CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം എന്നത് ഏറെ ഉത്തരവാദിത്വം നിറഞ്ഞ ചുമതലയാണെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആ ചുമതല നിർവഹിക്കുമെന്നും KK രാഗേഷ്. പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കും. മലയോര, കടലോര മേഖലകളിലും പാർട്ടി ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നും രാഗേഷ് പറഞ്ഞു. സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തന്നെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയായ കണ്ണൂരിൽ പാർട്ടിയെ നയിക്കുക എന്നത് ഉത്തരവാദിത്വം നിറഞ്ഞ ചുമതലയാണെന്ന് CPM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷ് പറഞ്ഞു. കൂട്ടായി ആ ചുമതല നിർവഹിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. ഉജ്ജ്വല പോരാട്ടങ്ങളിലൂടെയാണ് കണ്ണൂരിൽ പാർട്ടി വളർന്നത്. കേരളത്തിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് സംഘപരിവാർ തുടക്കമിട്ടതും കണ്ണൂരിലെ തലശ്ശേരിയിലായിരുന്നു. അതിനെയടക്കം ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യം കണ്ണൂരിനുണ്ട്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജില്ലയിൽ 50% വോട്ട് LDFന് ലഭിച്ചിരുന്നു. പാർട്ടിയുടെ സ്വതന്ത്രശേഷി വർദ്ധിപ്പിക്കുന്നതിന് വിവിധ ലക്ഷ്യങ്ങൾ പാർട്ടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുക എന്നത് പ്രധാന കടമയായി കാണുന്നുവെന്നും KK രാഗേഷ് പറഞ്ഞു. രാജ്യത്താകെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ആ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ജില്ല കണ്ണൂർ ജില്ലയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയായിരുന്നു അതിനവർ തിരഞ്ഞെടുത്തത്. തലശ്ശേരിയിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ആ കലാപത്തെ ചെറുത്തു പരാജയപ്പെടുത്തിയ ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. അങ്ങനെ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ ചെറുത്തുനിന്ന അനുഭവം, മൊറാഴ പോലുള്ള അതിധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭൂമിക, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പുരോഗമന കമ്മ്യൂണിസ്റ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാട്ടുന്നതിനൊപ്പം സംസ്ഥാനത്തെ ജനപക്ഷ നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പാർട്ടി മുൻകൈയെടുക്കും. രാജ്യത്താകെയുള്ള ബദലാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ലൈഫ് മിഷൻ, ക്ഷേമ പെൻഷനുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലയിലും മികവ് തെളിയിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭരണ നേട്ടങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. തലമുറമാറ്റം എന്ന പ്രശ്നം പാർട്ടിയിൽ ഇല്ലെന്നും KK രാഗേഷ് പറഞ്ഞു. എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനമാണ് നടത്തുക. 600 രൂപയായിരുന്നു UDFന്റെ സമയത്ത് ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. അത് 700 രൂപയാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് ക്ഷേമ പെൻഷൻ നൽകിയില്ല. അങ്ങനെ 18 മാസം കുടിശ്ശികയാക്കി വെച്ചു. ആ കുടിശ്ശിക ഉൾപ്പെടെ പൂർണ്ണമായും നൽകിക്കൊണ്ട് 1600 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുന്ന സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അങ്ങനെ ക്ഷേമ പദ്ധതികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന, കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി, കേരളത്തെ ഒരു നോളജ് എക്കണോമിയായി, വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏറ്റവും ആധുനിക ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ പോലുള്ള, സ്പേസ് പാർക്ക് പോലുള്ള ഏറ്റവും ആധുനികമായ മേഖലകളിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ക്ഷേമ പദ്ധതികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, പൊതു ഇടങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകെ നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്ക് എതിരായിട്ടുള്ള ബദലായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായി സംസ്ഥാന സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. മലയോര, കടലോര മേഖലയിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കണമെന്ന് ജില്ലാ സമ്മേളനം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്.
ആ മേഖലയിലുള്ള പ്രവർത്തനം നടത്തുമെന്നും കെ രാഗേഷ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.